ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ ഒരു സാൻഡ്വിച്ചാണ്, പൊറോട്ട സാൻഡ്വിച്ച്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് അതിലേക്കുള്ള മസാല നോക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് എല്ലില്ലാത്ത ചിക്കനിക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. അതിലേക്ക് ലെമൺ സാൾട്ട് ഉണ്ടെങ്കിൽ ലെമൺ സാൾട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ലെമൺ ഇതായിട്ടിടണം അതിന്. പിന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് മസാല വെച്ച ശേഷം തേങ്ങാപ്പാലിട്ടിട്ട് പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ നല്ല സോഫ്റ്റും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടാം. ആ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് സാൻഡ്വിച്ച്. എന്ന ശേഷം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 സവാള ചെറുതാക്കി മുറിച്ച ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. എന്ന ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി ഒരു കഷ്ണമാക്കി മുറിച്ചത്, പിന്നെ അതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 പച്ചമുളക് ഇട്ട് അതിട്ട് കൊടുക്കുക. ഏകദേശം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഇതിൻ്റെ പൊറോട്ടയാണ്, പൊറോട്ട അത് എടുത്തിട്ട് അത് നന്നാക്കി ചൂടാക്കി എടുക്കുക. തിരിച്ച് മറിച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കൈ കൊണ്ട്. പൊറോട്ട അടിക്കണം നമ്മളാക്കണ പോലെ തന്നെ അടിച്ചിട്ട് അതിൽ പിന്നെ ഈ മസാല ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്ന് മസാല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. നല്ല രസമുള്ള മസാല, നല്ല ടേസ്റ്റുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അതേ എരിവില്ല, എളുപ്പം നമുക്ക് ഒന്ന് വയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ പൊറോട്ടയൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ല തിന്നും. ഇതിങ്ങനെ ഇഷ്ടപ്പെടുക, കണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ചെയ്യുക. വെള്ളത്തിലിട്ടേക്കണം പൊറോട്ട ഇട്ടാൽ. ഈ പൊറോട്ടൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ വേഗം ഇതാവും, അതുപോലെ ആവും, കട്ടി കൂടും. അപ്പോൾ അതിന് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. വെള്ളത്തിലിട്ടൊക്കെ ഇതാക്കിയെടുക്കുക. 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കുക നല്ലതാണ്.